ഇത് ഞങ്ങൾക്ക് ഏതായാലും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണിത്. ഈ തുഷാർ വെള്ളാപ്പള്ളിക്ക് BDJSന്റെ നേതാവാണ്. SNDP വോട്ടുകൾ മുഴുവൻ കിട്ടിക്കാണോ? കിട്ടാൻ യാതൊരു ന്യായമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനും ഇവിടെ പാർട്ടിയുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞായിരുന്നോ മത്സരിക്കേണ്ടെന്നങ്ങനെ? മത്സരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മത്സരിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ മത്സരിക്കണമെന്ന് അവർ നിർബന്ധിച്ചാൽ ഒന്ന് വയറ് പൊക്കി കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം നല്ലൊരു ഓപ്പറേഷൻ ചെയ്ത് പാട് വയറിട്ടുണ്ട്. അത് കാണിച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ആ രക്ഷപ്പെടാൻ സാധിക്കാതെ വന്ന ഒന്നാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, തുഷാർ, ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും രാജീവ് ചന്ദ്രശേഖരൻ ഒരിക്കലും ഇവിടെ വരാൻ ആഗ്രഹിച്ചല്ല. അദ്ദേഹം ബാംഗ്ലൂർ നിൽക്കാനായിരുന്നു. അത് തീരുമാനിച്ചു. അത് കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിച്ചാൽ അതിനെ മറിച്ച് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മത്സരിച്ച് നിന്നേ പറ്റൂ, അല്ലാതെ മാർഗമില്ല എന്ന് ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്നോട് ഒന്നിച്ചു നിന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്നത് തൃശ്ശൂരിൽ എങ്ങനെയാണ്? തൃശ്ശൂരിൽ ഭയങ്കര വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കുക. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ഉള്ളത് പറഞ്ഞാൽ ജയിക്കത്തില്ല. ആരാ ജയിക്കലെന്ന് പറഞ്ഞത്? ആ, ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. പൊട്ടും ഡെപ്പോസിറ്റ് കൂടെ കിടക്കാതെ ബെട്ടാ ഉറപ്പല്ലേ? എന്നെ ഒട്ടില്ല. എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അത് ഇപ്പൊ വെട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ കാര്യമേ പറഞ്ഞുള്ളൂ. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. ഇപ്പൊ പെട്ടി അടച്ചിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. നേരത്തെയാണ് ഞാൻ പറയത്തില്ല. ജയിക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. രാഷ്ട്രീയ അടവുനയവും മെയ്വഴക്കവും അദ്ദേഹത്തിന് ഇല്ലാത്തതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത്രയും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നുള്ളൂ. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ആ 5 വകുപ്പ് മന്ത്രിമാര്, ഒന്ന്, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല. എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആ 5 വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാര് ചൊൽപ്പടിക്ക് വിട്ടുതരണം. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യമുണ്ട്.